ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും പറയാൻ തോന്നി. എൻ്റെ ഒരു മനസ്സുഖത്തിന് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എന്തോരാളുകളാണ് പുള്ളിനെ കളിയാക്കിയിട്ടുള്ളത്. കളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള കളിയാക്കലുകൾ, വല്ലാത്തൊരു പുച്ഛിക്കൽ, പരിഹസിക്കൽ, ചവിട്ടി താഴ്ത്തൽ കളി, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും പുള്ളിക്ക് നേരെ അന്തക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ അല്ലേ? പൃഥ്വിരാജ്, ദ വൺ ആൻഡ് ഓൺലി, അങ്ങനെ തന്നെ പറയണം, ദ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ. അന്ത പേരിലൊരു ഗത്തിർക്ക്. ഞാനാലോചിച്ച് നോക്കുമായിരുന്നു, അന്തക്കാലത്ത് പുള്ളി എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ പുള്ളിയുടെ ഇൻ്റർവ്യൂസൊക്കെ അന്നും കാണാറുണ്ട്, ഇന്നും കാണുന്നുണ്ട്. പുള്ളി പ്രത്യേകിച്ച് അപരാധം പറഞ്ഞതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. പുള്ളിയുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷ മലയാളവും പറയും, ഇടയിൽ കൂടെ ഇംഗ്ലീഷും പുള്ളി നല്ല കാര്യമായിട്ട് അടിപൊളിയായിട്ട് തന്നെ പുള്ളി ഇംഗ്ലീഷ് പറയും. പിന്നെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പുള്ളിക്കാരൻ സംസാരിക്കും, മുഖം നോക്കാതെ സംസാരിക്കും. കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെയാണ് പുള്ളി ഇൻ്റർവ്യൂസിലൊക്കെ കുത്തിയിരുന്ന് സംസാരിക്കുന്നത്. കാലിൻ്റെ മേലെ കാലും പുള്ളി വെക്കാറുണ്ട്. അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എന്തോ ആളുകൾക്ക് പെട്ടെന്ന് ഒരാളിങ്ങനെ കയറി വന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രയാസം. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ ഒരു വിരോധം പുള്ളിയോട് പലർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നു. പലരും വല്ലാതെ കളിയാക്കും പുള്ളിനെ. അതായത് ആസ്വദിച്ച് കളിയാക്കും. രായപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും. പലരും അങ്ങനെ രായപ്പ എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോൾ പലർക്കും ഒരു സന്തോഷമായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്തെ. പിന്നെ ഈ ടിനി ടോം ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ അത് പറയുന്നത് കേട്ടായിരുന്നു ഞാൻ. ഏതൊരു ഫിലിം ലൊക്കേഷനിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടെങ്ങാണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിങ് കാണാൻ വേണ്ടി വന്ന ഏതോ കിഴങ്ങനാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്നിട്ട് രായപ്പോ എന്നോ അങ്ങനെ എന്തോ വിളിച്ചു അത്രേ. അപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജ് എന്തോ ചിരിച്ചു തള്ളുക അങ്ങനെ എന്തോ ആണ് ചെയ്തതെന്നുള്ളതാണ് ടിനി ടോം ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞതായിട്ടാണ് എനിക്ക് ആക്ച്വലി ഓർമ്മ. പക്ഷേ ഞാൻ മറ്റേ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ഐ റിമെമ്പർ, യെസ് ഇന്ത്യൻ റുപ്പി തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ റുപ്പി കാണാൻ വേണ്ടി പോയ സമയത്ത് പുള്ളിനെ കൂക്കുന്നുണ്ടായിരുന്നോ തിയേറ്ററിൽ, കൂക്കുന്നുണ്ടായിരുന്നു. കൂവല്. പോക്കിരി രാജ കാണാൻ വേണ്ടി പോയ സമയത്താണെങ്കിലും കാണാൻ വേണ്ടി പോയ സമയത്ത് എന്താ പറയുക, പുള്ളിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ അല്ലാതെ പുള്ളിനെ എന്താ പറയുക വെറുക്കുന്ന, അല്ലെങ്കിൽ പുള്ളിനെ അപ്പോഴും ഈ രായപ്പ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റിൽ തന്നെ കാണുന്ന ആൾക്കാർ അപ്പോഴും പുള്ളിനെ കാണുന്ന സമയത്ത് ഒരു കളിയാക്കലും അല്ലെങ്കിൽ ഒരു കൂക്കലും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. അജാതി രീതിയിൽ വെറും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, റിയലായിട്ട് അയാൾ നിൽക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അയാൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇവിടം വരെ ആക്ച്വലി എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് രായപ്പോ എന്നൊക്കെ വിളിച്ച ആളുകൾ ഇന്ന് പുള്ളിനെ രാജുവേട്ടാന്ന് വിളിക്കണം. രാജുവേട്ടാന്ന് വിളിക്കണം. അന്ന് അതായത് ഈ കഴിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ കഴിവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരാൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ മുമ്പിൽ നിന്നിട്ട് കളിയാക്കുന്ന ആളുകൾ താഴേക്ക് പോവുകയാണ്. ആക്ച്വലി കഴിവ് എന്ന് പറയുന്ന സംഭവമാണ് എല്ലാം. ശരിക്കും ടിനി ടോം പറഞ്ഞല്ലോ, ഈ രായപ്പ നന്ദ വിളിച്ച സമയത്ത് കളിയാക്കുന്ന സമയത്ത് പുള്ളി അതൊന്നും കൂട്ടാക്കാതെ അങ്ങനെ ചിരിച്ചു വിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് അയാളുടെ കോൺഫിഡൻസ് ആണ്, അയാളുടെ കഴിവിലുള്ള അയാളുടെ വിശ്വാസമാണത്. അപ്പൊ കഴിവിന്റെ മുമ്പിൽ ഇവിടെ തോറ്റുപോയത് ആരാ? അന്ന് പുള്ളിനെ കളിയാക്കിയ ആളുകളാണ്. കളിയാക്കിയ ആളുകൾ ഓഫ് കോഴ്സ് ഇപ്പോൾ അന്ന് കളിയാക്കിയതിനെ കുറിച്ച് തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പുള്ളിനെ രാജുവേട്ട എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോൾ അയാളെ കൈയടിക്കുന്നുണ്ട്. ഇത് ഞാൻ പൃഥ്വിരാജിന്റെ കേസിൽ മാത്രമല്ല പറയുന്നത്, പൊതുവേയും കൂടിയും പറയണേ. ആരെയും ജഡ്ജ് ചെയ്ത് കളയരുത് പെട്ടെന്ന്. ഇവിടെ കുറെ ആൾക്കാർക്ക് ആ സ്വഭാവമുണ്ട്. ആളുകളെ അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും, സിമ്പിളായിട്ട് അങ്ങ് ജഡ്ജ് ചെയ്ത് കളയും, ചവിട്ടി താഴ്ത്തി കളയും, പുച്ഛിച്ച് കളയും. അയാളുടെ കഴിവൊന്നും മനസ്സിലാക്കാതെ അയാളുടെ ആറ്റിറ്റ്യൂഡ് പരിപാടികളൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുക. ആ ഒരു ലെവലിലേക്കുള്ളൊരു അപ്രോച്ച് പല ആൾക്കാർക്കും ആക്ച്വലി ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റിയാണ് മാൻ. ഇപ്പം അയാൾ എവിടെ എത്തി? അയാൾ അന്നത്തെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? അയാൾ ഭാവിയിൽ ആസ് ആൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ അയാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അയാൾ അന്നത്തെ ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ വന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആൾക്കാർക്ക് കേൾക്കുന്ന സമയത്ത് ഇവൻ വലിയ പുള്ളി, അവൻ കുറേ അങ്ങോ എല്ലെത്തും, അപ്പോൾ ഒരു പുച്ഛിക്കൽ.
അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു പരിപാടി. ഒരാൾ അയാളുടെ കഴിവിൽ വിശ്വസിച്ച് അയാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലോ ഇവനെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ളൊരു മൂഡിൽ അങ്ങോട്ട് അതിൻ്റെയൊക്കെ പേരിലുള്ള കളിയാക്കലുകളൊക്കെ പുള്ളിക്കുണ്ടായിട്ടുണ്ട്. അങ്ങേർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ആൾക്കാർ എന്നെ കളിയാക്കണു എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചിട്ട് അയാൾക്ക് വേണമെങ്കിൽ താഴേക്ക് പോവാം, ഡൗൺ ആവാം. പക്ഷെ എവിടെ അയാൾ പവറിൽ തന്നെ നിന്നിട്ട് അയാൾ മുമ്പോട്ട് തന്നെ നീങ്ങി പോവുകയാണ് ആക്ച്വലി ചെയ്തത്. അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളുടെ ഭാഗമാവുന്ന പുള്ളി, വലിയ വലിയ സിനിമകൾ പുള്ളി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്തു പുള്ളിക്കാരൻ ലൂസിഫർ. കാണിച്ചൊന്നും പണി അറിയാം. അയാൾ വെറുതെ കടന്ന് ചലച്ചോണ്ടിരുന്നതല്ല, വെറുതെ അങ്ങ് തള്ളി മറക്കുന്നതല്ല. എൻ്റെ കഴിവാടാ അത്, നീയൊക്കെ ഇരുന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറക്കി കാണിച്ചു ലൂസിഫർ. ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു സിനിമ. അയാളത് എന്ത് സ്റ്റൈലിഷ് ആയിട്ടാണ് എടുത്തു വെച്ചത്. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറേനെ കുറേ നാൾ നമ്മൾ മിസ്സായ ലാലേട്ടനുണ്ട്. ആ ലാലേട്ടൻ ആര് കൊണ്ടുവന്നു? പൃഥ്വിരാജ് കൊണ്ടുവന്നു. സ്റ്റൈലായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരുപാട് കോസ്റ്റ്യൂംസ് എന്തെങ്കിലും ഉണ്ടായിരുന്ന ക്ലൈമാക്സിൽ മാത്രമാണ് വേറൊരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂമിലൊക്കെ വന്ന് പാൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് ജീൻസൊക്കെ ആയിട്ട്. പക്ഷെ വെറും വെള്ള ഷർട്ടും വെള്ള മുണ്ടും താടിയും മാത്രം വെച്ചിട്ട് അത്രയും നാൾ ലാലേട്ടനെ വേറെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അവിടെ കിടന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പൃഥ്വിരാജ് വന്നിട്ട് തെളിയിച്ചു, പൃഥ്വിരാജിന്റെ കഴിവ് അവിടെ തെളിയിച്ചു. ലാലേട്ടനെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ലൂസിഫർ ഇറക്കി അങ്ങോട്ട് കാണിച്ചു തന്നു. ഗംഭീര ഹിറ്റിലേക്ക് പോയി, വലിയ കളക്ഷനും ആ സിനിമയ്ക്ക് ഉണ്ടായി. ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരികയാണ്, എമ്പുരാൻ എന്ന് പറഞ്ഞാൽ. അതിന് ടീസർ ഇറങ്ങി. എക്സൈറ്റഡ് ആണ് മാൻ, എക്സൈറ്റഡ് ആണ്. അതൊക്കെ പൃഥ്വിരാജിന്റെ കോൺഫിഡൻസ് ആണ് മാൻ. അയാൾക്ക് വേണ്ടി പണം ഇറക്കാൻ റെഡിയാണ്. ആര്? ആന്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മോഹൻലാൽ പണം ഇറക്കാൻ തയ്യാറാ. ഇവിടെയുള്ള പല പ്രൊഡ്യൂസേഴ്സും എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണം ഇറക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അയാളുടെ കഴിവിൽ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. ഇനി 2 കൂടിയിട്ട് നിൽക്കുന്നില്ല, 3 ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3 അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ട. എവിടെ നിന്ന് തുടങ്ങി കളിയാക്കലുകൾ, പുച്ചിക്കല്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആൾക്കാർ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പണ്ടാറടങ്ങി രായപ്പ എന്നുള്ള വിളിയും വിളിച്ചിട്ട് അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്ന സമയത്ത് നമ്മളിതാ വായം പൊളർന്നിട്ട് ഇങ്ങനെ തൂര പറഞ്ഞ പോലെ വായം പൊളർന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വാവ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇതൊരു ഉദാഹരണം കേട്ടോ. പൃഥ്വിരാജിന്റെ കേസ് ഞാൻ എല്ലാവർക്കും പൃഥ്വിരാജിനെ അറിയാവുന്നതുകൊണ്ട് ഉദാഹരണമായിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലാതെ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ആളുകളെയൊക്കെ ആയിക്കോട്ടെ, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരവരുടെ കോൺഫിഡൻസും ഒക്കെ പറയുന്ന സമയത്ത് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പകരം അത് അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ കഴിവ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനും അവരെ എൻകറേജ് ചെയ്യാനുമാണ് നമ്മൾ ആക്ച്വലി നിൽക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു പാഠമാണത്. നമ്മൾ ആ രീതിയിലും കൂടി പൃഥ്വിരാജിന്റെ കേസിൽ നമ്മൾ എടുക്കണം, പോസിറ്റീവായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം. ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും കുറേ കളിയാക്കലുകൾ പൃഥ്വിരാജിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു സത്യമാണ്. പൃഥ്വിരാജൻ ആസ് ആൻ ആക്ടർ മൂപ്പര് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ പുള്ളിക്ക് കുറേ ക്രിറ്റിസിസംസ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും പുള്ളി സ്ട്രൈക്ക് ചെയ്തു. എവിടെ? ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പുള്ളി സ്ട്രൈക്ക് ചെയ്തു. എടോ അയാളെടുത്ത എഫേർട്ട്, എൻ്റെ പോന്നെ എന്തോരം നാൾ അത് ഷൂട്ട് ചെയ്തു. അതിൽ ബ്ലസ്സിയും ഓഫ് കോഴ്സ് കയ്യടി അർഹിക്കുന്നുണ്ട്. എന്തോരം നാൾ അവർ കഷ്ടപ്പെട്ടു, എന്തോരം സാക്രിഫൈസ് ചെയ്തു. പൃഥ്വിരാജിന്റെ കേസ് പറയുകയാണെങ്കിൽ അയാൾ ബോഡി സാക്രിഫൈസ് ചെയ്തു. അയാളുടെ ബോഡീനെ എന്തോരം ബാധിച്ചിട്ടുണ്ടാവും, ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആഹാരം കഴിക്കാതെ പിന്നെ ചൂടത്ത് പോയിട്ട് നിന്നിട്ട് അയാൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു എഫേർട്ട്. വേണമെങ്കിൽ അയാൾക്ക് ഡ്രോപ്പ് ചെയ്യായിരുന്നു. അയാൾ കുറേ സിനിമകളൊക്കെ മാറ്റി വെച്ച് കുറേ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അയാളെടുത്ത എഫേർട്ട്, അയാൾ സ്പെൻഡ് ചെയ്ത ടൈം ഒരു തരത്തിൽ വേണമെങ്കിൽ മടുപ്പ് തോന്നാം. ചിലപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടുപ്പ്, ഇത് നടക്കില്ല, എന്തോരം കാലമായി, ഇത്ര കൊല്ലങ്ങൾ എടുത്തു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എന്തോരം കൊല്ലങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. അയാളുടെ ശരീരവും അയാളുടെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പല സിനിമകളൊക്കെ മാറ്റി വെച്ചിട്ടും നീക്കി വെച്ചിട്ടും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അയാൾ വേറെ സിനിമകൾ ചെയ്തുകൂട്ടാ. അതാണ് ഇങ്ങനെ ചെറുതായിട്ട് ബോഡി കുറയ്ക്കുക, കൂട്ടുക ഒക്കെ പുള്ളിക്ക് ഇതിൻ്റെ ഇടയിൽ മറ്റ് സിനിമകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തെടുത്ത് പറയുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണം, ഇല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും അയാൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്തു വെച്ചൊരു സാധനമാണ് ആടുജീവിതം എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ക്ലാസ് ഐറ്റം. ബ്ലസ്സി കലക്കനായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആസ് ആൻ ആക്ടർ വിലസിയിട്ടുണ്ട്. അവസാനത്തെ മറ്റേ ഒക്കെ ആവുന്ന സമയത്ത് മൊത്തം ഡ്രസ്സൊക്കെ പോകുന്ന സമയത്ത് അയാളുടെ ബോഡി തന്നെ നോക്കൂ. അവരുടെ അമ്മ മല്ലിക സുകുമാരൻ, എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ അത് കണ്ടപ്പോൾ അവർ ഞെട്ടിയിട്ടുണ്ടാവും. അവർക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് അവസാനം മകൻ്റെ ഇതിൽ. പക്ഷെ അവർക്ക് അഭിമാനിക്കുകയും ചെയ്യാം.
ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ ഒക്കെ അയാൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ അയാളതിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നോക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കയ്യടിക്കുന്നു. വളർച്ച, ഇതാണ് വളർച്ച എന്ന് പറയുന്ന ഒരു സംഭവം. എങ്ങനെ ഇരുന്നു, അന്ന് എന്തു പറഞ്ഞു, അന്ന് അതൊക്കെ പറയുമ്പോൾ ആളുകൾ അയാളെ എങ്ങനെ കണ്ടു, അയാൾ എന്നിട്ട് അവിടുന്ന് പിന്നെ എങ്ങനെ വളർന്ന് കയറി വന്നു, ഇപ്പം ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പുസ്തകമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് ദ വൺ ആൻഡ് ഓൺലി എന്ന് തന്നെ പറയണത്. ദ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ. അയാൾക്ക് ഇനി ഏത് തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിലും പിടിക്കാം. നിങ്ങൾ തള്ളുകയാണെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ചില ആൾക്കാർക്കെങ്കിലും എന്തിനാണ് തള്ളി മറക്കണം എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, ഞാൻ വാച്ച് ചെയ്യും, ഞാൻ ഒബ്സേർവ് ചെയ്യും, ഞാൻ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് തോന്നി. ആസ് എ പ്രേക്ഷകൻ നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. എന്തിനാ ഒരാളെ നല്ലത് പറയാൻ? കളിയാക്കാൻ 1008 നാവാണല്ലോ ഇവിടുത്തെ നാറുകൾക്ക്. നല്ലത് പറയാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? നല്ലതും പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഇത്രയും വലിയ രീതിയിൽ തന്നെ പൃഥ്വിരാജിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. പറയണം. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത് പറയുന്നുണ്ട്. ഞാനിത് പറയുന്ന രീതി ഇങ്ങനെയാണ് എന്ന് മാത്രം. പിന്നെ എന്തിനു പറഞ്ഞു, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ. മറ്റേ ബ്രോ ഡാഡി എന്ന് പറഞ്ഞൊരു സിനിമ OTT വന്നല്ലോ. സത്യം പറയാലോ, അതിൻ്റെ കഥ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഹിന്ദിയിലും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആക്ച്വലി വന്നിട്ടുണ്ട്. ആ സിനിമ ഐ എം ഡാം ഷുവർ വേറെ വല്ലവരുമൊക്കെയാണ് ആ സിനിമ എടുത്തതെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബ്രോ ഡാഡി അങ്ങനെയാണോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രയും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും രസമായിട്ട് പോലും നമുക്ക് ആക്ച്വലി തോന്നില്ല. അത് സത്യമാണ്. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം, അയാൾക്ക് പണി അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് അറിയാം ആ സ്ക്രിപ്റ്റ് മുമ്പ് പലരും പണി വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പം ഇത് നമ്മൾ മലയാളത്തിൽ പണ്ണുമ്പോൾ സദാ പോലെ പണി കഴിഞ്ഞാൽ നാട്ടുകാർ പണ്ണും എന്ന് പുള്ളിക്ക് അറിയാം. അപ്പം അതാണ് വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. പുള്ളി അത് ഡയറക്റ്റ് ചെയ്ത സമയത്ത് അത് നീറ്റായി. അലംഭാവ സാധ്യത ഉണ്ടായിരുന്ന സാധനം പുള്ളി ഡയറക്റ്റ് ചെയ്തപ്പോൾ അത് നീറ്റായി. വൺ ടൈം വാച്ചബിൾ പരിപാടിയായിട്ട് അത് മാറി. അതർവൈസ് വേസ്റ്റ് ആയിട്ടുണ്ടാവും. അത് റിയാലിറ്റിയാണ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല അങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കോക്കാണെങ്കിലും, അശ്വിൻ കോക്ക് ബ്രോ ഡാഡിയുടെ റിവ്യൂ ചെയ്ത സമയത്താണെങ്കിലും സെയിം സാധനം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. വരട്ടെ. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം അറിയില്ല. ഇപ്പം നമുക്കാരും ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന് എന്തെങ്കിലും പൈസ തരിക അതുകൊണ്ടൊന്നല്ല. പക്ഷെ എന്നാലും ആസ് എ സിനിമാ പ്രേമി, കടുത്ത സിനിമയുടെ ആരാധന എന്നുള്ള രീതിയിൽ നമ്മൾ പലരുടെയും വളർച്ച കാണുന്ന സമയത്ത്, പലരുടെയും താഴ്ചയിൽ നിന്നുള്ള വളർച്ച കാണുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എമ്പുരാൻ്റെ ടീസർ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലാലേട്ടൻ്റെ കാലം ആലോചിച്ച് നോക്കുന്ന സമയത്ത് സന്തോഷമുണ്ടെന്നുള്ളത്. കാരണം അടുത്തിടെയായിട്ട് പുള്ളിയുടെ വന്ന സിനിമകളൊക്കെ വളരെ ഫ്ലോപ്പായിരുന്നു. പുള്ളിക്ക് നേരെ ഒരുപാട് ട്രോളുകളും പരിപാടികളൊക്കെ വന്നിരുന്നു. പുള്ളിയെ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച രീതിയിലൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എമ്പുരാൻ പൃഥ്വിരാജ് മോഹൻലാലിനെ കൊണ്ട് വീണ്ടും വരുന്ന സമയത്ത്, ലൂസിഫറിന് ശേഷം വീണ്ടും വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു വിശ്വാസവും സന്തോഷവും ഒക്കെ ആക്ച്വലി ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ കൊള്ളാം. ഞാൻ സത്യത്തിൽ ഇന്നലെ എമ്പുരാൻ ടീസർ കണ്ട സമയത്ത് എനിക്കിത് മുമ്പും ഈ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ ചെയ്തില്ല. സത്യം പറയില്ല, ഞാൻ വിട്ടു. ഐ വാസ് ലേസി, ചെയ്തില്ല. പക്ഷെ എമ്പുരാൻ്റെ ടീസർ കണ്ട സമയത്ത് എനിക്ക് ഇത് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. കാര്യം ലൂസിഫർ വേറൊരു മൂഡായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി വേറൊരു സെറ്റപ്പാണ്. വിഷ്വലി ആണെങ്കിലും വേറൊരു സെറ്റപ്പിൽ വന്നൊരു സിനിമയാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് വലിയ സാധനം, 2ലേക്ക് വരുന്ന സമയത്ത് വലിയ സാധനം. അത് ടീസർ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. ടീസറിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളെ കാണിച്ചു തരിക ഒന്നുമില്ല, അധികം ഡയലോഗ്സ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ വിഷ്വലി തന്നെ കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ സാധനം ഉണ്ട്, ഭീകരമായിട്ട് എന്തോ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചന കാണിച്ച് തരുന്നുണ്ട്. വലിയ സ്കെയിലിൽ വരുന്നൊരു സാധനമല്ലേ, ഹെലികോപ്റ്റർ. പിന്നെ ഇവർ പല സ്ഥലത്തും മറ്റേ സെറ്റിടൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. പല സ്ഥലത്തേക്കും അവർ റിയലായിട്ട് പോയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ആൻ്റണി പെരുമ്പാവൂരാണെങ്കിലും ദേ ആർ റെഡി ടു സ്പെൻഡ് മണി.
അത് എത്ര ആണെങ്കിലും വിരോധമില്ല. അത് ഈ വിശ്വാസം കൊണ്ടാട്ടോ. പൃഥ്വിരാജിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് മുരളി ഗോപിയെ കുറിച്ചും പറയണം. മുരളി ഗോപിയുടെ കേസ് പറയുകയാണെങ്കിലും മൂപ്പര് പിന്നെ അങ്ങനെ വലിയ കളിയാക്കലുകളും പരിപാടികളും അങ്ങനെ ഒന്നും നേരിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പൃഥ്വിരാജിനെ കുറിച്ച് മാത്രം കൂടുതൽ എടുത്ത് പറയാൻ കാരണം മുരളി ഗോപി ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് അമ്മാര സംഭവം. എന്താ എഴുത്ത അതിൻ്റെ ടിയാൻ ബോക്സ് ഓഫീസിൽ വലിയ കാര്യമായിട്ടൊന്നും ചലനം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ടിയാൻ പേഴ്സണലി എനിക്ക് ഹെവി ആയിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനെയൊക്കെ എഴുതൂ, എന്തെഴുത്താണ് എഴുതണത്? എടാ തല പോണ പോക്കേ. ഇപ്പൊ ലൂസിഫറിന്റെ എഴുത്ത് മാത്രം മതി മുരളി ഗോപിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. ക്യാരക്ടറിന് കൊടുത്ത ഡെപ്ത്, കൺവിൻസിങ്, പൊളി. എമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് ഒട്ടും കുറയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. എടാ എമ്പുരാന്റെ കേസിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഈ പറയാം, വിശ്വാസം ഉണ്ടെന്നുള്ളത് പറയാം. അത് തള്ളാണെന്ന് കടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലൂസിഫർ കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെയൊക്കെ ഒരു കഴിവിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവും. പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും മുരളി ഗോപിയുടെ ആണെന്നുണ്ടെങ്കിലും കഴിവിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാവും. അവരുടെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ഇവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് അറിയാം, ഓഡിയൻസിൻ്റെ പൾസ് അറിയാം. അവർക്കൊരു വിഷനുണ്ട്, അവർക്കൊരു ഉദ്ദേശമുണ്ട്, സിൻസിയർ ആയിട്ടുള്ളൊരു ഉദ്ദേശം ആക്ച്വലി ഉണ്ട്. അവരുടെ ഉദ്ദേശം സിൻസിയർ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ പൾസ് കൃത്യമായിട്ട് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊരു സിനിമയായിട്ട് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് ഒന്നാമത്തേനെക്കാട്ടിലും മുകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. അത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിശ്വാസമാണത്. അപ്പം ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ് 16 മിനിറ്റായി. അപ്പോൾ പിന്നെ ഈ മല്ലിക സുകുമാരൻ അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ അകത്തിരുന്ന് ജസ്റ്റ് ഇത് കൂടി പറഞ്ഞ് ഞാൻ നിർത്താട്ടോ. സുകുമാരൻ അവർ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്നിട്ട് അവരുടെ മകനെക്കുറിച്ച്, ഇന്ദ്രിയത്തിനെ കുറിച്ചിട്ടും പൃഥ്വിരാജിനെ കുറിച്ചിട്ടും ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ. ലൈക്ക് വലിയ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്ക് അത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഓഫ് കോഴ്സ്. കാരണം അവർ വലിയ വലിയ ഇപ്പോൾ ഈ പറഞ്ഞ ലംബോർഗിനി ഈ കാറുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. എനിക്കിഷ്ടമാണ് അവരുടെ ഇൻ്റർവ്യൂസൊക്കെ കാണാൻ. അവരുടെ മരുമകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടിരുന്നിട്ട് എന്ത് തള്ളാണ് ഇവർ തള്ളണത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ അത്തരത്തിൽ ടീസ് ചെയ്യും കമൻറ്റ് ബോക്സിലൊക്കെ. എന്നാൽ ഈ കളിയാക്കുന്ന വിഡ്ഢികൾ മനസ്സിലാക്കണില്ല. മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ആരാണ്? സുകുമാരൻ എന്ന് പറയുന്ന വലിയൊരു ആക്ടറിൻ്റെ വൈഫാണ്. അവരുടെ മക്കളാരാണ്? പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രിയ സുകുമാരൻ, വലിയ 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 സ്റ്റാർസാണ് അവരൊക്കെ. അപ്പോൾ അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് വലിയ വലിയ സംഭവങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? വി ആർ നോട്ട് റിച്ച്. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അത്ര റിച്ച് അല്ല. നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യം ഈസ് ഡിഫറെൻ്റ്, അവരുടെ ജീവിത സാഹചര്യം ഈസ് ഡിഫറെൻ്റ്. അപ്പം അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മളിരുന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ തള്ളാവണം എന്നില്ലല്ലോ. അത് വെറുതെ ഒരു തരം അസൂയയാണ്, ഒരു തരത്തിലുള്ളൊരു കുശുമ്പാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തള്ളു എന്നുള്ള രീതിയിൽ പോയിട്ട് കമൻറ്റ് ബോക്സിൽ തൂറി വയ്ക്കുന്നത്. അതൊക്കെ അത്രേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.